അങ്ങനെ ചോറും അച്ചിങ്ങക്കറിയും റെഡിയായി. അപ്പോൾ കഴിഞ്ഞ ദിവസം പള്ളിപ്പറമ്പിൽ നിന്ന് മേടിച്ച ചീനച്ചട്ടിയിൽ നമുക്കൊരു മിനിയേച്ചർ കുക്കിംഗ് കണ്ടാലോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് മിനിയേച്ചർ കുക്കിംഗ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ നോക്കണേ. അപ്പോൾ നമ്മളിത് നമ്മുടെ വീടിൻ്റെ മുമ്പിലെ പറമ്പിലെ കാട്ടിൽ നിന്നാണ് അച്ചിങ്ങ പറിക്കണത്. വേറെ ആരും നട്ടതല്ല, ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ നട്ടതാണ്. പക്ഷേ ഇത് പറിക്കണ കണ്ട് കഴിഞ്ഞാൽ അമ്മ തല്ലും, അത് വേറെ കാര്യം. നട്ടത് ഞാനാണെങ്കിലും നോക്കുന്നത് അമ്മയാണ്. അതായത് പെറ്റമ്മ ഞാനാണെങ്കിലും വളർത്തമ്മ എൻ്റെ അമ്മയാണ്. മനസ്സിലായോ? വീട്ടിൽ വിറകടുപ്പില്ലാത്തതുകൊണ്ട് പറമ്പിൽ നിന്ന് കിട്ടിയ ഒരു കോലാണ് ഞാൻ വിറകായിട്ട് എടുത്തത്. അതിൻ്റെ ഇടയിൽ കുഞ്ഞുപെണ്ണ് എൻ്റെ പുറകെ തന്നെ നടക്കുമായിരുന്നു. പാത്രമൊക്കെ നിരത്തിയപ്പോൾ പുള്ളിക്കാരി ഓർത്തത് കളിക്കാനാണ്. കൊച്ചിനെ പറഞ്ഞിട്ടും കാര്യമില്ല, രണ്ടുപേർക്കും ഒരേ സൈസാണ്. നോട്ട് ദ പോയിന്റ്, ഇത് പുള്ളിക്കാരിയുടെ കളിപ്പാട്ടമല്ല, എൻ്റെ കളിപ്പാട്ടമാണ്. എനിക്ക് കളിക്കാൻ വേണ്ടി ഞാൻ പൈസ കൊടുത്ത് മേടിച്ച എനിക്കുള്ള കളിപ്പാട്ടം. പുള്ളിക്കാരി എൻ്റെ കൂടെ കളിക്കാൻ വന്നിരിക്കുന്ന ഒരു കളിക്കൂട്ടുകാരി മാത്രം. പിന്നെ ഈ വിറക് കത്തിക്കണ പരിപാടി, അരമണിക്കൂർ ആ വിറക് കത്തിക്കാൻ വേണ്ടി മാത്രം പോയത്. അടുത്ത വീഡിയോ ആവട്ടെ, കർപ്പൂരം വെച്ച് കത്തിക്കും ഞാൻ ഒരു വിധത്തിലൊക്കെ ഞാൻ അടപ്പ് സെറ്റാക്കി വെള്ളം ചൂടാക്കാൻ വെച്ച്. വേറെ ഒന്നിനുമല്ല, അച്ചിങ്ങ തിളപ്പിച്ചെടുക്കാനാ. നോട്ട് ദ പോയിന്റ്, ഞാൻ ഉപ്പിടാൻ മറന്നുപോയി. നിങ്ങൾ ഉപ്പിടാണ്ടിരിക്കരുത്. കുറച്ച് കഴിയുമ്പോൾ അച്ചിങ്ങ ഇതിങ്ങനെ തിളച്ച് വരും. ഇങ്ങനെ തിളച്ച് വന്ന അച്ചിങ്ങ മാറ്റി വെച്ച് നമ്മൾ ആ ചട്ടി ഒന്നും കൂടി വെച്ച് ഓയിൽ ഒഴിക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് ഇടുക, കടുക് പൊട്ടുക. എൻ്റെ കടുക് പൊട്ടിയില്ല, പക്ഷെ ഞാൻ ഇതൊക്കെ അടുക്കളയിൽ നിന്ന് എടുത്തുനിന്ന് അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ എനിക്കിട്ട് പൊട്ടിക്കും. ഞാൻ അമ്മ എന്നെ പൊട്ടിക്കാണ്ടിരിക്കണമെങ്കിൽ ഞാൻ ഈ സാധനങ്ങളൊക്കെ എടുക്കാതിരിക്കണം. അതെന്നെ കൊണ്ട് പറ്റൂലല്ലോ. ഡിസ്ക്ലെയിമറായിട്ട് ആദ്യം പറയേണ്ടതായിരുന്നു, എന്നാലും ഞാനിപ്പോൾ പറയണേന് ഈ പാത്രത്തിൽ ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ തിന്നുന്നില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പാത്രത്തിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കി പണ്ട് കഴിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ ഇപ്പോൾ കിട്ടണത് നല്ല പാത്രമോ ഇല്ലയെന്ന് അറിയില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു ഗവേഷണം നടത്തിയിട്ട് ഇതിലുണ്ടാക്കുന്ന ഭക്ഷണം ഞാൻ കഴിക്കാം. ഇപ്പോൾ ഇത് വെറും വീഡിയോക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് മാത്രമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലത്തെ വീഡിയോസ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത് എന്തുണ്ടാക്കണമെന്ന് നിങ്ങൾ പറ. ചെറിയ ചെറിയ സാധനങ്ങൾ പറയാൻ നോക്കണം. അപ്പോൾ അത്രയുള്ളൂ. ചേട്ടാ.